നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിലെ 3 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വിജയം. വയനാടിന് കാസർഗോഡിന്റെ കരുതൽ. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ കേന്ദ്രത്തിൽ അവശ്യ സാധനങ്ങളുടെ ശേഖരണം വരും ദിവസങ്ങളിലും തുടരും. കാലവർഷക്കെടുതിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. നീലേശ്വരം കാര്യംകോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറി. തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി തർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ. പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ 20ഓളം കർമ്മികൾ നേതൃത്വം നൽകും. വറുതിക്കാലത്തിന് വിട. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയിൽ അവസാനിക്കും. കാലവർഷത്തിൽ വൻമരം കടപുഴകി വീണപ്പോൾ ദൃശ്യമായത് മഹാശില സ്മാരകം. കരിന്തളം കോളംകുളത്ത് മഹാശില സംസ്കാര കാലഘട്ടത്തിലെ ചരിത്രശേഷിപ്പുകളായ ചെങ്കലറകൾ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരസഭയിലെ 24-ാം വാർഡ് ഖാസി ലേനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി KM ഹനീഫ് വിജയിച്ചു. 319 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഹനീഫിന്റെ വിജയം. ജില്ലയിൽ ഖാസി ലേന് പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കല്ലങ്കൈ, കോട്ടക്കുന്ന് വാർഡുകളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കാസർഗോഡ് നഗരസഭയിലെ 24-ാം വാർഡായ ഖാസി ലേനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഹനീഫ് KM 319 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 447 വോട്ടാണ് ഹനീഫ KM നേടിയത്. BJP സ്ഥാനാർത്ഥിയായ N മണിക്ക് 1 വോട്ട് മാത്രമാണ് ലഭിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഉമൈർ PM 128 വോട്ട് നേടി. ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ KM ഹനീഫ വാർഡിന്റെ തുടർ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് KCN ന്യൂസിനോട് പറഞ്ഞു. മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ എനിക്ക് ആഹ്ലാദമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷനുമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ആദ്യമായി വയനാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ എൻ്റെയും എൻ്റെ വാർഡുകാരുടെയും ഈ പ്രദേശക്കാരുടെയും അനുശോചനം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ വിജയം നേടിയിട്ടും ഏതൊരുവിധ ആഹ്ലാദ പ്രകടനവും വേണ്ടെന്നാണ് ഞങ്ങൾ ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വാർഡിലെ ജനങ്ങൾ എനിക്ക് വലിയ ഭൂരിപക്ഷം നൽകിയിരിക്കുകയാണ്. ഈ വാർഡ് ഉണ്ടായ മുതൽ ഇതുവരെയുള്ള ഇത്തരം ഒരു ഭൂരിപക്ഷം ആർക്കും ലഭിച്ചിട്ടില്ല. ഇത് എന്നിലുള്ള ഉത്തരവാദിത്വം കൂട്ടുകയാണ്. ഞാൻ ഇലക്ഷൻ ടൈമിൽ ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മുൻ ചെയർമാൻ മുനീർ നടപ്പാക്കിയ പല പദ്ധതികളും പൂർത്തിയാക്കാനുള്ള അതിനുവേണ്ടി ഞാൻ പൂർണ്ണമായി പ്രയത്നിക്കുമെന്ന് ഈ വാർഡിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു. ഈ വാർഡിന്റെ കൗൺസിലറായിരുന്ന മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കാസർഗോഡ് ജില്ലയിൽ ഖാസി ലേന് പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കല്ലങ്കൈ, കോട്ടക്കുന്ന് വാർഡുകളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കല്ലങ്കൈ വാർഡിൽ 701 വോട്ടുകൾ നേടിയാണ് UDF സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ ധർമ്മപാൽ ധാരിലത്ത് വിജയിച്ചത്. കോട്ടക്കുന്ന് വാർഡിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അസ്മിന ഷാഫി കോട്ടക്കുന്ന് 563 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കിയിരുന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലായിരുന്നു 3 വാർഡുകളുടെയും വോട്ടെണ്ണൽ കേന്ദ്രം. സംസ്ഥാനത്താകെ 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാടിന് കാസർഗോഡിന്റെ കരുതൽ. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സജ്ജീകരിച്ച ശേഖരണ കേന്ദ്രത്തിലെത്തിയ അവശ്യ സാധനങ്ങളുമായി ആദ്യ വാഹനം വയനാട്ടിലേക്ക് പുറപ്പെട്ട് സഹായമെത്തിച്ചു. അവശ്യ സാധനങ്ങളുടെ ശേഖരണ കേന്ദ്രം വരും ദിവസങ്ങളിലും തുടരും. വയനാട് ദുരന്തത്തിനിരയായവർക്ക് ദുരിതാശ്വാസ സഹായമെത്തിക്കാൻ കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ പഞ്ചായത്തും നേതൃത്വം നൽകുകയാണ്. വിദ്യാനഗർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലും ഹൊസ്ദുർഗ് താലൂക്കിലും അവശ്യ സാധനങ്ങളുടെ ശേഖരണ കേന്ദ്രം പ്രവർത്തിച്ചു വരികയാണ്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സജ്ജീകരിച്ച ശേഖരണ കേന്ദ്രത്തിലെത്തിയ അവശ്യ സാധനങ്ങളുമായി ആദ്യ വാഹനം ജൂലൈ 30 രാത്രി വയനാട്ടിലേക്ക് പോയി സഹായം എത്തിച്ചിരുന്നു. ജൂലൈ 31 ഉച്ചയ്ക്ക് ശേഷം അടുത്ത വാഹനം പുറപ്പെടും. അവശ്യ സാധനങ്ങളുടെ ശേഖരണ കേന്ദ്രം വരും ദിവസങ്ങളിലും തുടരും. സഹായ സന്നദ്ധരായ സുമനസുകൾ അവശ്യ സാധനങ്ങളുടെ കിറ്റുകൾ കളക്ടറേറ്റിലും ഹൊസ്ദുർഗ് താലൂക്കിലും എത്തിച്ചു നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും അഭ്യർത്ഥിച്ചു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാടിന് കാസർഗോഡിന്റെ കരുതൽ. അവശ്യ സാധനങ്ങളുടെ ശേഖരണ കേന്ദ്രം ഹൊസ്ദുർഗ് താലൂക്കിൽ പ്രവർത്തനം തുടങ്ങി. ഓരോ മണിക്കൂറിലും നിരവധി പേരാണ് സഹായവുമായി ഹൊസ്ദുർഗ് താലൂക്കിലെത്തുന്നത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വാർത്ത കേട്ടതിന്റെ ഞെട്ടലിലാണ് മലയാളികൾ. പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിയ ദുരന്തത്തിൽ ഇതുവരെ 100-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ബാക്കിയുള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. ദുരന്തത്തിനിരയായവർക്ക് സഹായമെത്തിക്കാൻ കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ പഞ്ചായത്തും നേതൃത്വം നൽകുകയാണ്. വിദ്യാനഗർ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും ഹൊസ്ദുർഗ് താലൂക്കിലും അവശ്യ സാധനങ്ങളുടെ ശേഖരണ കേന്ദ്രം പ്രവർത്തിച്ചു വരികയാണ്. ഓരോ മണിക്കൂറിലും നിരവധി പേരാണ് സഹായവുമായി ഹൊസ്ദുർഗ് താലൂക്കിലേക്ക് എത്തുന്നത്. ഉപയോഗിച്ചിട്ടില്ലാത്ത വസ്ത്രങ്ങൾ, പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, ബാറ്ററി, ടോർച്ച്, സാനിറ്ററി നാപ്കിൻ, വസ്ത്രങ്ങൾ, തോർത്ത്, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, വാഷിംഗ് സോപ്പ്, അടിവസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റ്, പാത്രങ്ങൾ, പുതപ്പ്, തലയണ, ടവൽ, സ്ലിപ്പറുകൾ, സ്വെറ്ററുകൾ, റെയിൻകോട്ട് തുടങ്ങിയ അവശ്യ സാധനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട്, നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച സാധനങ്ങൾ ജില്ലാ ട്രഷറർ കെ സബീഷ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ്, നീലേശ്വരം ബ്ലോക്ക് സെക്രട്ടറി എം വി രതീഷ് എന്നിവർ ചേർന്ന് സബ് കളക്ടർ സുഫിയാൻ അഹമ്മദിന് കൈമാറി. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കിറ്റുകൾ പ്രസിഡന്റ് എച്ച് ഭാസ്കരൻ ഹൊസ്ദുർഗ് തഹസിൽദാർ എം മായക്ക് കൈമാറി. രാവിലെയാണ് ഇവിടെ കളക്ഷൻ സെന്റർ തുടങ്ങിയേക്കുന്നത്. രാവിലെ കുറേ അധികം ഇപ്പം സ്റ്റേറ്റ് ബാങ്കിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ആൾക്കാർ, കൊടക്കാട് വെസ്റ്റ് മേഖല കമ്മിറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കുറേയധികം ആളുകൾ ഇത് അറിഞ്ഞ് കേട്ട് വന്ന് നമ്മളെ സഹായിക്കാനായിട്ട് രാവിലെ തന്നെ പഞ്ചസാര, തേയിലപ്പൊടി, അതുപോലെ പുട്ടുപൊടി, അങ്ങനത്തെയുള്ള പാക്ക് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളത് കളക്ഷൻ സെൻറ്ററിൽ വാങ്ങിച്ച് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കളക്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഒരു വണ്ടി വരും, ഒരു വാഹനം നമുക്ക് കളക്ടറേറ്റിന് എല്ലാ ഭരണകൂടം തരും. അതിനകത്ത് നമ്മൾ ഇന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം ഇവിടുന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ബാക്കി ഇനി വരുന്ന സാധനങ്ങൾ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അവരിപ്പോൾ കൊണ്ടുവന്ന് പുറത്ത് വച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഇതെല്ലാം നമ്മൾ ഇന്ന് തന്നെ കൊണ്ടുപോവുകയാണ്. വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ, വി ബാലകൃഷ്ണൻ, സുന്ദരൻ എം, സതീഷ് ചന്ദ്രൻ, കെ സുനി, ചന്ദ്രൻ, വിനോദ്, കെ ബാബു, ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. ബ്രദേഴ്സ് കുറുഞ്ചേരി, CTB ഭീമനടി, ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക്, നാട്യധ്വനി കലാക്ഷേത്രം ചെമ്മട്ടംവയൽ, കാഞ്ഞങ്ങാട് RT ഓഫീസ്, SBI കാഞ്ഞങ്ങാട്, നന്മമരം കാഞ്ഞങ്ങാട് തുടങ്ങിയവരും ഹൊസ്ദുർഗ് താലൂക്കിലെ ശേഖരണ കേന്ദ്രത്തിലേക്ക് സഹായവുമായി എത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വയനാടിനൊരു കൈത്താങ്ങ്. വൈത്തിരി താലൂക്കിലെ വെള്ളരിമല വില്ലേജിൽ മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ കൈകോർത്ത് കാഞ്ഞങ്ങാട്ടെ വ്യാപാരികൾ. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്ക് സഹായമെത്തിക്കാൻ നാട്ടിലെ വ്യാപാരികളെയും നല്ലവരായ ജനങ്ങളെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തി വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്വരൂപിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ഇവിടെ വയനാട്ടിൽ സംഭവിച്ച ഈ ദാരുണമായ ഈ ദുരന്തത്തിൽ ഒരു വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കുക എന്നത് വലിയ ഒരു കടമയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ രീതിയിലുള്ളൊരു ചെറിയ സഹായമാണ്. സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൗണിൽ ഞങ്ങൾ ഇറങ്ങിയത്. നല്ല പ്രതികരണമാണ് വ്യാപാരികളുടെ ഇടയിൽ നിന്നും കാഞ്ഞങ്ങാട് നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സഹായം അതേ രീതിയിൽ അതേ ഉത്തരവാദിത്വത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ ഇന്ന് തന്നെ ഏൽപ്പിക്കും എന്ന് ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. ഏരിയ സെക്രട്ടറി KV ദിനേശൻ, പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി T സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ A ശബരീഷൻ, KV സുകുമാരൻ, അനിത, ഏരിയ കമ്മിറ്റി അംഗം M ഗംഗാധരൻ, സുമേഷ്, മധുസൂദനൻ, സുരേഷ്, രാജേഷ്, ശ്രീധരൻ, അനീഷ്, തുളസി, ബിജു, KV സുരേന്ദ്രൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രതികൂലമായ സാഹചര്യത്തെ അതിജീവിച്ച് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. വയനാട്ടിൽ ദുരന്തത്തിനിരയായവർക്ക് ദുരിതാശ്വാസ സഹായം എത്തിക്കാൻ ഒരു നാട് മുഴുവൻ കൈകോർക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാലവർഷക്കെടുതിയിൽ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും രൂക്ഷമായി. തീരദേശ മേഖലയിൽ കടൽക്ഷോഭവും ശക്തമാണ്. നീലേശ്വരം കാര്യങ്കോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറി. നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്നും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു. കാസർഗോഡ് ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വിവിധയിടങ്ങളിലുണ്ടായത് കനത്ത നാശനഷ്ടം. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി മരങ്ങളും വൈദ്യുതി തൂണുകളും പൊട്ടിവീണു.
മരം വീണും കാറ്റിൽ തകർന്നും നിരവധി വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു. നീലേശ്വരം കാര്യങ്കോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പൊടോത്തുരുത്തി ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറി. നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്നും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ബുധനാഴ്ച കാസർഗോഡ് ജില്ലയിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. ബുധനാഴ്ച ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യം മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി തർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ക്ഷേത്ര ഭരണസമിതി. ശനിയാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം 5:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രത്തിന് മുൻവശത്തെ കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയം 20ഓളം കർമ്മികൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി തർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം 5:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം മേൽശാന്തി നവീൻ ചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പുരോഹിതൻ രാജേന്ദ്ര അരളിത്തായയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിന് മുൻവശത്തെ കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയം 20ഓളം കാർമ്മികൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തിരക്ക് ലഘൂകരിക്കുന്നതിന് ബലിതർപ്പണത്തിനുള്ള രസീതികൾ മുൻകൂറായി നൽകുന്നതിന് പുറമെ ക്ഷേത്രം വെബ്സൈറ്റ് വഴിയും ഓൺലൈനായി ബുക്ക് ചെയ്യാം. വാവ് ദിവസം രാവിലെ 5 മുതൽ 8 വരെ വഴിപാട് കൗണ്ടർ പ്രവർത്തിക്കും. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭരണസമിതി അറിയിച്ചു. പോലീസ്, കോസ്റ്റ് ഗാർഡ്, ആരോഗ്യം എന്നീ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാകും. യാത്രാക്ലേശം പരിഹരിക്കാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് പാതയിൽ നിലവിലുള്ള സർവീസിന് പുറമെ കൂടുതൽ ബസ് സർവീസ് നടത്തുന്നതിന് KSRTC അധികൃതരോട് ആവശ്യപ്പെട്ടതായും ക്ഷേത്ര ആഘോഷ കമ്മിറ്റി, മാതൃസമിതി, ഭജനസമിതി എന്നിവരുടെ സേവനവും ലഭ്യമാക്കുമെന്നും ഭരണസമിതി അറിയിച്ചു. അവിടെ കടൽ തീരത്ത് വലിയ പന്തൽ കൊണ്ടാണ് ഈ ബലിതർപ്പണം ഒരുക്കുന്നത്. ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ ഈ ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കലാണ് ദേവസ്വത്തിൻ്റെ പ്രധാന ചുമതല. അത് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബലിതർപ്പണത്തിന് വരുന്ന ആൾക്കാർ ബലിതർപ്പണം കഴിഞ്ഞ് ലഘുഭക്ഷണം ക്ഷേത്രത്തിൻ്റെ വകയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നൊരു കാര്യം, ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വഴിപാട്, അത് ഈ വരുന്ന ഭക്തന്മാരെല്ലാം വഴിപാട് കഴിച്ച് ആ ഭക്ഷണമാണ് അവർ ഉണ്ണുന്നത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KP സുനിൽകുമാർ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വള്ളിയോടൻ ബാലകൃഷ്ണൻ നായർ, പാരമ്പര്യ ട്രസ്റ്റി അംഗങ്ങളായ മേലത്ത് സത്യനാഥൻ നമ്പ്യാർ, ഇടയില്യം ശ്രീവത്സൻ നമ്പ്യാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വറുതിക്കാലത്തിന്റെ വിട. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയിൽ അവസാനിക്കും. 52 ദിവസത്തിന് ശേഷമാണ് ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുന്നത്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ ആവശ്യാനുസൃതം മത്സ്യം ലഭിക്കുകയും നിലവിലെ വില കുറയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ട 52 ദിവസത്തെ വറുതിക്കാലത്തിനു ശേഷമാണ് ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുന്നത്. പുത്തൻ പെയിൻ്റടിച്ചും അറ്റകുറ്റപ്പണി നടത്തിയും കടലിലേക്കിറങ്ങുവാൻ ബോട്ടുകൾ തയ്യാറാണ്. 3500-ലധികം യന്ത്രവൽകൃത ബോട്ടുകളാണ് ഇന്ന് അർദ്ധരാത്രിയോടെ കടലിലിറക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമില്ലെങ്കിലും മത്സ്യത്തിൻ്റെ ലഭ്യതയിൽ ഇത്തവണ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് മത്സ്യത്തിൻ്റെ വില ഗണ്യമായി വർദ്ധിക്കുവാനും കാരണമായി. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ ആവശ്യാനുസൃതം മത്സ്യം ലഭിക്കുകയും നിലവിലെ വില കുറയുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് പൊതുവിലുള്ളത്. അതേസമയം കനത്ത മഴയും ഉയർന്ന തിരമാലകളും കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകളും തൊഴിലാളികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടുത്ത 2-3 ദിവസം ശക്തമായി തുടരുവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
വർഷത്തിൽ വൻമരം കടപുഴകി വീണപ്പോൾ ദൃശ്യമായത് മഹാശിലാ സ്മാരകം. കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ കരിന്തളം വില്ലേജിലെ കോളംകുളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മഹാശിലാ സംസ്കാര കാലഘട്ടത്തിലെ ചരിത്രശേഷിപ്പുകളായ 2 ചെങ്കല്ലറകൾ കണ്ടെത്തിയത്. വൻമരം കടപുഴകി വീണപ്പോൾ വൃക്ഷം നിന്നിടത്താണ് ഇതിലൊരു ചെങ്കല്ലറ ദൃശ്യമായത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ കരിന്തളം വില്ലേജിലെ കോളംകുളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മഹാശിലാ സംസ്കാര കാലഘട്ടത്തിലെ ചരിത്രശേഷിപ്പുകളായ 2 ചെങ്കല്ലറകൾ കണ്ടെത്തി. പ്രദേശവാസി CK ജയചന്ദ്രൻ, പ്രാദേശിക പുരാവസ്തു നിരീക്ഷകൻ സതീശൻ കാളിയനം എന്നിവർ നടത്തിയ നിരീക്ഷണത്തിൽ അടുത്തുതന്നെ മറ്റൊരു ഗുഹയും കണ്ടെത്തി. വിവരമറിഞ്ഞ് ചരിത്ര ഗവേഷകനും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് സ്ഥലം സന്ദർശിച്ച് കണ്ടെത്തിയ ഗുഹകൾ മഹാശിലാ കാലഘട്ടത്തിലെ ചെങ്കല്ലറകളാണെന്ന് സ്ഥിരീകരിച്ചു. മഹാശിലാ സംസ്കാരത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരുന്ന ചെങ്കല്ലറകൾ ചെങ്കൽ പാറകൾ തുരന്നാണ് നിർമ്മിക്കുന്നത്. ഒരു ഭാഗത്ത് ചവിട്ടുപടികളോടുകൂടിയ ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച വാതിൽ അടച്ചുവയ്ക്കാൻ പാകത്തിൽ കൊത്തുപണികളോടുകൂടിയ കവാടവും മധ്യഭാഗത്ത് ഒരടി വ്യാസത്തിൽ ദ്വാരവും നിർമ്മിച്ച് ഉൾഭാഗത്ത് വിവിധ രൂപത്തിലും വലുപ്പത്തിലുമുള്ള മൺപാത്രങ്ങൾ നിക്ഷേപിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത്. ഇവിടെ കണ്ടെത്തിയ ചെങ്കലറ എൻ്റെ സുഹൃത്ത് ജയചന്ദ്രൻ കാട് കുത്തുന്ന സമയത്താണ് ഇത് കണ്ടെത്തിയത്. അതേപോലെ ഇതിൻ്റെ ഏകദേശം ഒരു 150ഓളം മീറ്റർ അപ്പുറത്ത് മറ്റൊരു ചെങ്കലറയും കണ്ടെത്താനായിട്ടുണ്ട്. ആ ചെങ്കലറയുടെ മുകളിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരം മഴയത്ത് കടപുഴകി വീണ സമയത്താണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. 2 ചെങ്കലറകളും ഇവിടെ ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. മറ്റ് ചെങ്കലറകളിൽ വ്യത്യസ്തമായി വലിയ ഹോൾസാണ് ഇതിനുള്ളത്. അതുപോലെ നല്ല അടപ്പും കാര്യങ്ങളും ഇതിനുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. 2 ചെങ്കല്ലറകളും മുൻപ് തുറക്കാത്തത് കൊണ്ട് തന്നെ ഉൾഭാഗത്ത് മണ്ണിനടിയിലുള്ള മൺപാത്രങ്ങളുടെ വക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. 2 ചെങ്കല്ലറയുടെയും കവാടങ്ങളും ചെങ്കല്ലറയിൽ ഇറങ്ങിച്ചെല്ലാനുള്ള പടികളും മണ്ണിനടിയിലാണുള്ളത്. ചെങ്കല്ലറകളിൽ ഒന്നിന്റെ മുകൾ ഭാഗത്തെ ദ്വാരം അടച്ചു വയ്ക്കുന്നതിനുള്ള കല്ലുകൊണ്ടുള്ള അടപ്പുണ്ട്. മുനിയറ, കൽപ്പത്തായം, പാണ്ഡവ ഗുഹ, പീരങ്കി ഗുഹ തുടങ്ങിയ വിവിധ പേരുകളിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന 100-ലധികം ചെങ്കല്ലറകൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 20 വർഷങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. 1800 വർഷങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെ മഹാശിലാ സംസ്കാര കാലഘട്ടം എന്നതുകൊണ്ട് തന്നെ കണ്ടെത്തിയ ചെങ്കല്ലറകൾക്ക് അത്രയും കാലപ്പഴക്കമുണ്ടാകാമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് യൂണിറ്റ് സമ്മേളനം ശ്രീ പൂമാല ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസാദ് പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് യൂണിറ്റ് സമ്മേളനം ശ്രീ പൂമാല ഓഡിറ്റോറിയത്തിൽ പ്രസാദ് പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു പ്രദേശത്തെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ. വാഹനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പങ്ങൾ എങ്ങനെയാണ്? സൈക്കിളാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരിക, പിന്നെ അത് 2 വീലറാകും, 3-ാം ഘട്ടമായിട്ടാണ് ഓട്ടോറിക്ഷ, അതിനുശേഷം കാർ, അങ്ങനെ പോകും നമ്മുടെ വാഹന സങ്കല്പങ്ങൾ. ഈ സൈക്കിളിൽ നിന്നും 2 വീലറിൽ നിന്നും ഓട്ടോറിക്ഷയെ മാറ്റി നിർത്തുന്ന ഘടകം എന്താ? ഓട്ടോറിക്ഷയ്ക്ക് മേൽക്കുരയുണ്ട് എന്നതാണ്, അല്ലാതെ ഒരു ആർഭാടുമില്ല. ഓട്ടോറിക്ഷയ്ക്ക് മേൽക്കുരയുണ്ട് എന്നത് മാത്രമാണ് ഈ 2 വാഹനങ്ങളിൽ യാത്രക്കാരനെ സംബന്ധിച്ച് അനുഭവിക്കുന്ന ഒരു സൗകര്യം, അല്ലാണ്ട് ഒരു ആർഭാടൊന്നുമില്ല. KM സുധാകരൻ അധ്യക്ഷത വഹിച്ചു. V സുനിൽകുമാർ രക്തസാക്ഷി പ്രമേയവും, KV ബിജു അനുശോചന പ്രമേയവും, ഏരിയ സെക്രട്ടറി KT ലോഹിതാക്ഷൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. K നാരായണൻ, KT ദിനേശൻ, സതീശൻ അമ്മിഞ്ഞിക്കോട്, പ്രേമരാജൻ TV, സുനിൽകുമാർ M, രാജീവൻ C, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KM സുധാകരൻ പ്രസിഡന്റായും C ഉണ്ണികൃഷ്ണൻ സെക്രട്ടറിയായും V സുനിൽകുമാറിനെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിട്ടും അഡ്മിറ്റ് ആവശ്യമില്ലെന്ന് പറഞ്ഞ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്ട് ചെയ്തതായി പരാതി. കാസർകോട്ടെ സ്വകാര്യ സ്കൂൾ പ്രിൻസിപ്പൽ പ്രവിരാജാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പനിയെ തുടർന്ന് 4 വയസ്സുകാരനായ മകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായതെന്ന് പ്രവിരാജ് KCN ന്യൂസിനോട് പറഞ്ഞു. 29-ാം തീയതി വൈകുന്നേരം ശക്തമായ പനിയെ തുടർന്ന് പ്രവിരാജിന്റെ മകൻ 4.5 വയസ്സുകാരനായ ആദിവ് PR-നെ വിദ്യാനഗറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അഡ്മിഷൻ സമയത്ത് ഡീറ്റെയിൽസ് നൽകുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്നും ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് പോർട്ടലിൽ ക്ലെയിമിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഇത് അഡ്മിഷൻ ആവശ്യമില്ലാത്ത കേസാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം റിജക്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് പ്രവിരാജ് പറഞ്ഞു.
ഒരു ഡോക്ടർ പറഞ്ഞു അഡ്മിഷൻ വേണം. അപ്പോൾ ഇതിന് മുമ്പ് അവനെ 1-2 പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുണ്ട് എൻ്റെ മകനെ. അപ്പോൾ ഞാൻ അഡ്മിഷൻ ആയിട്ടാകുമ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെയുള്ളത് കൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നു, കെയർ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ ഞാൻ കമ്പനിയുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് രാത്രി തന്നെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു. പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്കും എൻ്റെ ക്ലെയിം റിജക്റ്റ് ചെയ്തു. കാരണം പറയുന്നത് വെച്ചാൽ ഇത് അഡ്മിഷൻ വേണ്ട, ഇത് ഡിസ്ചാർജ് ഈ ഇതിൽ വീട്ടിൽ നിന്ന് തന്നെ ചികിത്സിക്കാൻ പറ്റും, അതായത് OPയിൽ ചികിത്സിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ട് ലെറ്റർ വന്നു. പിന്നെ വീണ്ടും ഞാൻ ഒന്നും കൂടെ അപേക്ഷിച്ചു. കാരണം 12-ാം തീയതി ഹെൽത്ത് സെൻറ്ററിൽ പോയത്, പിന്നെ ഡോക്ടറെ കണ്ടത്, എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഒന്നും കൂടെ ആശുപത്രി, പിന്നെ കൃഷ്ണ ഹോസ്പിറ്റലാണ്, അപ്പോൾ ഒന്നും കൂടെ ആശുപത്രി ഒന്നും കൂടെ ട്രൈ ചെയ്തു, അപേക്ഷിച്ചു. പക്ഷേ വീണ്ടും ഇന്നലെ രാത്രി വീണ്ടും വന്നു, ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഇത് OPയിൽ ചെയ്യാൻ പറ്റുന്നത്, ഇത് അഡ്മിഷൻ ആവശ്യമില്ല എന്ന്. അപ്പോൾ ഈ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് അതായത് ഒരു ഡോക്ടർ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ദൂരമുള്ള ഹരിയാനയിലോ മറ്റാണെന്ന് തോന്നുന്നു അതിൻ്റെ ഹെഡ് ഓഫീസ്, അത്രയും ദൂരമുള്ള ആ കമ്പനി പറയാണ് ഇനി അഡ്മിഷൻ ആവശ്യമില്ല, ഇത് വീട്ടിൽ നിന്ന് ചികിത്സ. അപ്പോൾ ഇത്ര ദൂരത്ത് നിന്ന് അവർക്കത് ചികിത്സിക്കാൻ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തയ്യാറാണ്, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. പക്ഷേ കമ്പനി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിത്വം, ഈ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് 2-3 പ്രാവശ്യം കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ എന്നോട് കമ്പനി ക്ലെയിം ID നമ്പറെല്ലാം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരോട് ഇങ്ങനെയാണ്, ഒന്നിക്കലും നിങ്ങളുടെ ഡോക്ടർ 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ വരിക, എന്നിട്ട് നോക്കുക, ചെക്ക് ചെയ്യുക, അഡ്മിഷൻ വേണോ വേണ്ടതെന്ന്. അഡ്മിഷൻ വേണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കാം, അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം തരണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വെച്ചാൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഫാമിലി ഫ്ലോട്ടർ, ഇത് കെയർ സുപ്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറാണെന്ന് തോന്നുന്നു ഇത് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ അത്യാവശ്യ ഘട്ടത്തിൽ ഇവർ ക്ലെയിം തരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ ഈ സാധാരണക്കാരനായ നമ്മളെ പോലെയുള്ള ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഇത് 2ാം തവണയാണ് ഒരു കാരണവുമില്ലാതെ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നതെന്നും അത്യാവശ്യ സമയത്ത് പ്രയോജനം ലഭിക്കുന്നതിനായി എടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് നിരാശയാണ് നൽകിയതെന്നും പ്രഭുരാജ് പറഞ്ഞു. ഇൻഷുറൻസ് കമ്പനിയുടെ ഈ നിലപാടിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ലെന്നും വിഷയത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കുമെന്നും പ്രഭുരാജ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോലായി പ്രസിദ്ധീകരിക്കുന്ന പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച മാഷിന്റെ ആത്മകഥ ഓർമ്മകളുടെ പുഴയോരം പ്രകാശനവും അനുസ്മരണ സംഗമവും ശനിയാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രകാശനം KEN കുഞ്ഞഹമ്മദും സംഗമത്തിന്റെ ഉദ്ഘാടനം ET മുഹമ്മദ് ബഷീർ MPയും നിർവഹിക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോലായി പ്രസിദ്ധീകരിക്കുന്ന പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ചയുടെ ആത്മകഥ ഓർമ്മയുടെ പുഴയോരം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പ്രകാശനം ചെയ്യും. ബേവിഞ്ച മാഷിന്റെ 1ാം ചരമവാർഷിക ദിനമായ അന്ന് അനുസ്മരണ സംഗമവും സംഘടിപ്പിക്കും. സംഗമം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. KEN മുഹമ്മദ് പ്രകാശന കർമ്മം നിർവഹിക്കും. M ലുക്മാനുൽ ഹക്കീം തളങ്കര പുസ്തകം ഏറ്റുവാങ്ങും. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് അനുസ്മരണ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കും. പുസ്തകത്തിന്റെ എഡിറ്റർ ഡോക്ടർ സന്തോഷ് പനയാലാണ്. MLA മാരായ NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, AKM അഷ്റഫ്, ഉദുമ മണ്ഡലം മുൻ MLAയും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ KV കുഞ്ഞിരാമൻ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. പുസ്തകത്തിന്റെ ഭൂരിഭാഗം കോപ്പികളും കേരളത്തിലെ ലൈബ്രറികളിലേക്ക് സൗജന്യമായി വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റ് 3-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് പ്രകാശിതമാകാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷിക ദിനമായ അന്ന് അതേ വേദിയിൽ വെച്ച് തന്നെ അനുസ്മരണ സംഗമം കൂടി നടക്കുകയാണ്. ഈ പരിപാടിയിൽ കേരളത്തിൻ്റെ പ്രഗത്ഭനായ ലോകസഭാ അംഗം ET മുഹമ്മദ് ബഷീറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഓർമ്മകളുടെ പുഴയോരം പുസ്തകം പ്രകാശനം ചെയ്യുന്നത് KEN ആണ്. പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളായ ബേവിഞ്ച മാഷിന്റെ മക്കൾ ഷിബിലി, അജ്മൽ, ഷബാന, റിസ്വാന എന്നിവരും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നാസർ ചെർക്കള, കൺവീനർ സ്കാനിയ ബെദിര, രചന അബ്ബാസ്, ഹസീനർ തോട്ടുംഭാഗം, അബു പാണളം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ദേശീയപാത വികസനം അതിവേഗം പുരോഗമിക്കുമ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ഇല്ലാതെ ദുരിതത്തിലാണ് മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ 100-ലധികം ഓട്ടോ തൊഴിലാളികൾ. പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ഇതിനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.
ദേശീയപാത വികസന പ്രവൃത്തി പുരോഗമിക്കുമ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ഇല്ലാതെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിട്ട് 1 വർഷം പിന്നിട്ടിട്ടും അധികാരികൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ ആരോപിക്കുന്നു. മഞ്ചേശ്വരത്ത് 45 വർഷത്തോളമായി 100-ലധികം ഓട്ടോ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഓട്ടോ സ്റ്റാൻഡ് ഇപ്പോൾ അധികാരികളുടെ അനാസ്ഥയാൽ സർവീസ് റോഡിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം. 2 വർഷത്തോളമായി ദേശീയപാതയുടെ ഇരുവശത്തും ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഈ വികസനം തുടങ്ങിയത് മുതൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളാണ് അനുഭവിച്ചുകൊണ്ടുള്ളത് ഓട്ടോ ഡ്രൈവർമാരാണ്. ഇന്ന് റോഡ് പണി പൂർത്തിയായതിന് ശേഷം പാർക്ക് ചെയ്യാനുള്ള ഒരിടമില്ലാതെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തുകൊണ്ടൊരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരന്തരം പരാതി കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി ഇടപെടാൻ പറയുന്നല്ലാതെ വർഷങ്ങളായി ഈ കാര്യത്തിൽ നമ്മൾ ശ്രമിച്ചോളുണ്ട്. അതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിഹാരം ഇതുവരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ ഇടപെട്ടത് സൗകര്യമാക്കി തരണമെന്ന്, പാർക്കിംഗ് സൗകര്യം ഒരുക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിലെ 3 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വിജയം. വയനാടിന് കാസർഗോഡിന്റെ കരുതൽ. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ കേന്ദ്രത്തിൽ അവശ്യ സാധനങ്ങളുടെ ശേഖരണം വരും ദിവസങ്ങളിലും തുടരും. കാലവർഷക്കെടുതിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. നീലേശ്വരം കാര്യംകോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറി. തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി തർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ. പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ 20ഓളം കർമ്മികൾ നേതൃത്വം നൽകും. വറുതിക്കാലത്തിന് വിട. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയിൽ അവസാനിക്കും. കാലവർഷത്തിൽ വൻമരം കടപുഴകി വീണപ്പോൾ ദൃശ്യമായത് മഹാശിലാ സ്മാരകം. കരിന്തളം കോളംകുളത്ത് മഹാശില സംസ്കാര കാലഘട്ടത്തിലെ ചരിത്രശേഷിപ്പുകളായ ചെങ്കലറകൾ കണ്ടെത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.